ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കഴിവേറികളെ കുറിച്ചാണ്. അതിലൊരു കഴിവേറിയാണ് ഞാൻ. കഴിവേറിയവൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ചിത്രം വരയ്ക്കുന്നുള്ളത്. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടൊക്കെ വരയ്ക്കും. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള ലെവലിലേക്ക് എത്തിയിട്ടില്ല, അതിനുള്ള കോൺഫിഡൻസും ഇല്ല. അപ്പോൾ ആ ഫീൽഡിൽ നെഹി. പിന്നെ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടും, ബാത്റൂം സിംഗറാണ്. പിന്നെ പാടാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു സിംഗർ ആവാനുള്ള ലെവൽ എത്തിയിട്ടില്ല. പിന്നെ ഡാൻസ്, ഉത്സവങ്ങളിലൊക്കെ ആടി തകർക്കും. ഒരു കല്യാണമൊക്കെ കിട്ടിയാൽ പറയും വേണ്ടില്ല. പിന്നെ അത്യാവശ്യം കുട്ടികളൊക്കെ ഡാൻസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാനൊരു ഡാൻസറും അല്ല. പിന്നെ കാവ്യാത്മകമായി സംസാരിക്കാനും കാവ്യാത്മകമായി എഴുതാനും അറിയായിരുന്നു. അതുകൊണ്ടായിരുന്നു പഠിച്ചിരുന്ന കാലത്തൊക്കെ മലയാളത്തിൽ 40-നും അല്ലെങ്കിൽ 38-നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്തിരുന്നത്. പക്ഷെ ഞാനൊരു കവിയുമല്ല. അപ്പൊ ഗൈസ്, അപ്പൊ എന്നെ പോലെ ഇതേപോലെ കഴിവുകൾ കുറേ ഉണ്ടായിട്ടും ഒരു കഴിവിലും അറിയപ്പെടാത്ത ടീംസ് ഒക്കെ ഉണ്ടെങ്കിൽ വരൂ, നമുക്ക് പരിചയപ്പെടാം. നമുക്ക് എന്നിട്ട് നമ്മുടെ കഴിവുകളെ കുറിച്ച് ഇങ്ങനെ വികസിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ കഴിവുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ലാതെ വീട്ടിൽ കുത്തിരിക്കുന്ന ഒരു ടീമാണ് ഞാൻ. എന്നെ പോലുള്ള ടീംസൊക്കെ ഉണ്ടായിരിക്കും. അപ്പം കമന്റ് ബോക്സിൽ കാണാം.